ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ.വി. തോമസ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ കെ.വി. തോമസ്, ഭാരതസഭയെ സംബന്ധിച്ചും അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചും അഭേദ്യമായ ഒരു ബന്ധം ബെനഡിക്ട് 16 മാർപ്പാപ്പയുമായി ഉണ്ട്. വിശുദ്ധ അൽഫോൺസാമയെ അനുഗ്രഹിച്ച് ഭാരതസഭയ്ക്ക് നൽകിയ പോപ്പ് കൂടിയാണ് ബെനഡിക്ട് 16. എങ്ങനെ അനുസ്മരിക്കുന്നു അദ്ദേഹത്തെ? ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് ജോൺ പോൾ രണ്ടാമൻ കാലം ചെയ്തപ്പോൾ അന്ന് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു ഒഫീഷ്യൽ ഡെലിഗേഷൻ റോമിൽ പോവുകയുണ്ടായി. ഞാൻ അതിലെ അംഗമായിരുന്നു. അന്ന് ഞങ്ങൾ ബസിലിക്കയില് ജോൺ പോൾ രണ്ടാമനെ മൃതശരീരം ആദരിക്കാനായിട്ട് നിൽക്കുമ്പോൾ അവിടെ വന്നുകൊണ്ടിരുന്ന എല്ലാ മെത്രാപ്പോലിത്തമാരെയും വിദേശ പ്രതിനിധികളൊക്കെ നിയന്ത്രിച്ചിരുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ അന്നത്തെ ആ ഒരു കരുത്ത്, കഴിവ്, നേതൃത്വ പാഠവം ഞങ്ങൾ കണ്ടപ്പോൾ പരസ്പരം ഞങ്ങൾ പറഞ്ഞു ഇദ്ദേഹമായിരിക്കും അടുത്ത പോപ്പ്. ജോൺ പോൾ രണ്ടാമന്റെ ശവസംസ്കാരത്തിന് ശേഷം നടന്ന അനുസ്മരണ പ്രസംഗം നടത്തിയതും ബെനഡിക്ട് തിരുമേനി. അതിനുശേഷം അദ്ദേഹം പോപ്പായി അത് വായിച്ചപ്പോഴും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. പിന്നീട് നടന്ന പല ചടങ്ങുകളിലും ആലഞ്ചേരി പിതാവ് 14 മാറുന്ന സന്ദർഭത്തിൽ അൽഫോൺസാമ്മയുടെ വിശുദ്ധ എന്ന് പ്രഖ്യാപിച്ച സന്ദർഭത്തിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഒരേ ശക്തനായിരുന്നു. സഭയിൽ നേരിടുന്ന ചില പ്രശ്നങ്ങളിൽ വ്യക്തതയോട് പറയാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഉദാഹരണത്തെ പൗരോഹിത്യത്തെ കുറിച്ച് പുരോഹിതന്മാർ വിവാഹം കഴിക്കണമോ, സ്ത്രീകൾക്ക് പൗരോഹിത്യം ഏറ്റെടുക്കാമോ എന്നുള്ള പ്രശ്നങ്ങളിലൊക്കെ വളരെ സഭയ്ക്കുള്ള കാലാകാലങ്ങളിലായുള്ള ഒരു ഓർത്തഡോക്സ് ആണെന്ന് പറഞ്ഞാൽ പോലും അതിലൊക്കെ വ്യക്തതയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. മറ്റൊന്ന് പ്രത്യേകത, അദ്ദേഹത്തിന് ആരോഗ്യം മോശമായപ്പോൾ അദ്ദേഹം സ്വയം ഒഴിഞ്ഞു കൊടുത്തു. സാധാരണ അങ്ങനെ ചരിത്രം സഭയിൽ വളരെ വിരളമായിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം ഒഴിഞ്ഞു കൊടുത്ത് ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ വരുമ്പോഴും എനിക്ക് ആ ചടങ്ങിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു 8-9 പ്രാവശ്യം റോമിൽ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള പിതാക്കന്മാരിൽ ഒരു കർക്കശക്കാരനായ ഒരു പിതാവ്, എടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരു പിതാവ്, സഭയുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യക്തതയുള്ള ഒരു പിതാവ് എന്ന നിലയിലാണ് ഞാൻ ബെനഡിക്ട് പിതാവിനെ കാണുന്നത്. കെ.വി. തോമസ്, അതുപോലെ തന്നെ ഒരേ സമയം യാഥാസ്ഥിതികനായും അതുപോലെ തന്നെ പുരോഗമനവാദിയായും അറിയപ്പെട്ടിരുന്ന മാർപ്പാപ്പ കൂടിയാണ് ബെനഡിക്ട് 16. നേരത്തെ വിവിധങ്ങളായ വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചു. ആദ്യഘട്ടത്തിൽ ഗർഭഛിദ്രത്തിനെതിരെ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള ഒരു എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കുകയും എന്നാൽ പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ, ട്വിറ്ററിലായാലും യൂട്യൂബിലായാലും ഒക്കെ വളരെ സജീവമായി ഇടപെടുന്ന, അല്ലെങ്കിൽ ഇതിലൊക്കെ ആദ്യമായി അക്കൗണ്ട് എടുക്കുകയും പിന്നീട് സജീവമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു മാർപ്പാപ്പ കൂടിയായിരുന്നു അദ്ദേഹം. വിവിധ വിഷയങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന സ്വഭാവം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ആയിരുന്നപ്പോൾ പോലും ആത്മാവിനോട് സ്നേഹം കാണിച്ചിരുന്നു. ആലഞ്ചേരി പിതാവ് കർദിനാളായ സന്ദർഭത്തിൽ ആ ചടങ്ങല കുർബാന മധ്യേ അന്ന് 2 പേർക്കാണ് പിതാവ് മാർപ്പാപ്പ കുർബാന നൽകിയത്. ഒന്ന് ആലഞ്ചേരി പിതാവിന്റെ സഹോദരിക്ക്, മറ്റൊന്ന് എനിക്കുമായിരുന്നു. ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ അത്ഭുതം തോന്നി. അവിടെ അടുത്ത് ചെന്ന് വിശുദ്ധ കുർബാന നൽകി തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുക. അപ്പോൾ ഒരു മാർപ്പാപ്പ അതുപോലെ ആത്മാവിനോട് കാണിക്കുമ്പോൾ, സ്നേഹം കാണിക്കുമ്പോൾ നമുക്ക് കോരിത്തരിക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സഭയുടെ വിശ്വാസങ്ങൾ അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒത്തിരി മാനുഷിക ഗുണങ്ങളുണ്ടായിരുന്നു. ആഡംബരപൂർവ്വ ജീവിതമായിരുന്നില്ല, ഒരു ലാളിത്യം ജീവിതത്തിൽ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. തീർച്ചയായും. അതുപോലെ തന്നെ ഒരു 600 വർഷത്തെ പോപ്പുമാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ സ്ഥാനത്യാഗം ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം, അത് ബെനഡിക്ട് 16 അത്തരമൊരു വലിയ തീരുമാനം കൈക്കൊണ്ടത്. അതുപോലെ തന്നെ വൈദികരുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ, വൈദികരുടെ പീഡനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ അദ്ദേഹം വലിയ തരത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയും മാപ്പ് പറയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനും ശേഷമാണ് അദ്ദേഹം പോപ്പ് സ്ഥാനം രാജിവെച്ച് പോകുന്നത്. അദ്ദേഹം പോപ്പായ സന്ദർഭത്തിൽ അദ്ദേഹം ജോൺ പോൾ രണ്ടാമന്റെ കൂടെ ജോലി ചെയ്തൊരു ആളാണ് അദ്ദേഹമാണ് ആ ചടങ്ങുകളിലെല്ലാം, സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുകയും അതിന് തുടർന്ന് തന്നെ പുതിയ പോപ്പായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തപ്പോൾ അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതേസമയത്ത് നിന്ന് ആരോഗ്യം മോശമായ സന്ദർഭത്തിൽ അത് ഒഴിഞ്ഞുകൊടുത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കൂടെ ചേർത്ത് കൊണ്ടുപോകുന്നു. റോമിൽ തന്നെ താമസിക്കുമ്പോഴും
മാർപ്പാപ്പമാരുടെ ഒരു അധികാരത്തിലും ഇടപെടാതെ അത് പൂർണ്ണമായി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു പ്രാർത്ഥനയുടെ ജീവിതമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. നന്ദി ശ്രീ കെ വി തോമസ്, ഈ സമയത്ത് കേരള വിഷനോടൊപ്പം ചേർന്നതിന്.